എന്നിൽ വിശ്വസിക്കുന്ന ആരും അന്ധകാരത്തിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി വെളിച്ചമായി ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. വചനം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. വിശ്വസിക്കുന്ന ആരും, എൻ്റെ കൂടെയുള്ള ആരെയും അന്ധകാരത്തിൽ നയിക്കുന്ന പ്രവൃത്തി ഞാൻ കൂടെ കൊണ്ട് നടക്കരുത്. എൻ്റെ കൂട്ടുകാരാകാം, എൻ്റെ സഹോദരങ്ങളാകാം, എൻ്റെ ഭാര്യയാകാം, മക്കളാകാം, അതുപോലെ എൻ്റെ കൂടെ ആരെങ്കിലും ആകാം. അവരെന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് ആരെങ്കിലും അന്ധകാരത്തിലേക്ക് പോകുന്നൊരു, തെറ്റിലേക്ക് പോകുന്നൊരു, തിന്മയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്ന ഒരു വ്യക്തിയെയും ഞാൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അന്ധകാരത്തിലേക്ക് നയിക്കരുത്. യേശു പറയുക, പ്രകാശമായിട്ട് ജീവിക്കാനാണ് പറയുന്നത്. പ്രകാശമായിട്ടാണ് കർത്താവ് കടന്നു പോകുന്നത്. എനിക്കും എൻ്റെ റോൾ ഇത് തന്നെയാണ്, പ്രകാശമായിട്ട്. മറ്റുള്ളവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറരുത്. ഈ കാലഘട്ടം നമുക്കറിയാം, ലഹരികൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. ഞാൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവരെയും കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. യുവജനങ്ങളൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളായിട്ട് മാറരുത്. ഒരു കുടുംബം തകർക്കുന്ന, സ്വപ്നങ്ങൾ തകർക്കുന്ന, അല്ലെങ്കിൽ ഒരാളുടെ ഭാവി തകർക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറരുത് എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ വാക്കുകളാകാം. ചിലരെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കി അവരുടെ ഭാവി നമ്മളങ്ങനെ നശിപ്പിക്കുക, അന്ധകാരം നമ്മളിങ്ങനെ ഇല്ലാതാക്കുക. ഒരു വിവാഹമായിരിക്കാം, ഒരു വ്യക്തി വിവാഹം നടക്കുന്നു, ആ വ്യക്തിയുടെ വിവാഹം മുടക്കാൻ നമ്മുടെ ഒരു വാക്കുമതി. നമ്മളിങ്ങനെ കുറേയേറെ അന്ധകാര പ്രവൃത്തികൾ ചെയ്യുന്നവരാ. അന്ധകാരമാകാനല്ല, പ്രകാശമായിട്ട് മാറാൻ സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.